തേജസ്സിൻ്റെ കൂടാരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഞാൻ എൻ്റെ പ്രാക്ടീസിന് സമയത്ത് എൻ്റെ ക്ലിനിക്കിൽ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വയസ്സായ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീ വന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഷുഗറുണ്ടോ? ഷുഗറില്ല. ബി പി ഉണ്ടോ? ഇല്ല. പ്രഷറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഷറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഉള്ളിച്ചിരിച്ചു. ഞാൻ ആം എ ഡോക്ടർ, ഇവർക്കൊക്കെ എന്തറിയാവുന്ന രീതിയിൽ ചിരിച്ച് അത് കഴിഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണയൊക്കെ അല്ലേ, തിരക്കൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തെ സമയത്ത് ബൈബിളിലോട് ചുമ്മാ നോക്കുകയായിരുന്നു. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യം, അതാണ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് എൻ്റെ മുന്നിലേക്ക് വന്നത്. ഈശോ പറയുകയാണ്, ബുദ്ധിമാന്മാരിൽ നിന്നും എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. നോക്കൂ, അപ്പോൾ എന്തോ അതിലൊരു സന്ദേശം വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നി. ഞാൻ പ്രൊഫസർ ബി എം ഹെഗ്ഡെയുടെ ടോക്കുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കി. ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ തന്നെയല്ലേ? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതാണ് സാധാരണ നമ്മൾ പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ബ്ലഡ് പ്രഷർ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യൂസും ബൈബിളിലെ ഇതുമായിട്ടൊന്ന് സംഗ്രഹിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഈ നമ്മൾ പറയുന്ന 80 to 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ബ്ലഡ് ആയിരിക്കണം നോർമൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ അല്ല, അതൊരു ആവറേജ് വാല്യൂ ആണ്. 100-200 ആൾക്കാരെ നോക്കി അവരുടെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുത്ത് കിട്ടുന്ന ഒരു ആവറേജ് വാല്യൂ ആണ്. അതെങ്ങനെ നോർമലാകും? എൻ്റെ നോർമൽ അല്ല വേറൊരാളുടെ നോർമൽ, എൻ്റെ തമ്പ് ഇംപ്രഷൻ അല്ല വേറൊരാളുടെ തമ്പ് ഇംപ്രഷൻ, എൻ്റെ കണ്ണിൻ്റെ ഐറിസ് അല്ല വേറൊരാളുടെ കണ്ണിൻ്റെ ഐറിസ്. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരും യുണീക്കായിട്ട് വളരെ ഇൻഡിവിജ്വലി ഡെഫിനറ്റീവായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതനുസരിച്ച് എൻ്റെ ബ്ലഡ് പ്രഷറാണ്. അതെങ്ങനെ നോർമലിലേക്ക് കൊണ്ടുവന്ന് ആവറേജ് വാല്യൂയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പലരുടെയും ഹൈറ്റ് പലതാണെന്ന് പറയുന്നത് പോലെ തന്നെ ബ്ലഡ് പ്രഷറും വ്യത്യാസമുണ്ടാകും. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്താണ്? ഹൈപ്പർ ടെൻഷൻ. എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്? ഇത് വളരെ രസകരമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് നമ്മളെ എമർജൻസികളിൽ നമ്മളെ രക്ഷിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നു. നമ്മൾ വേട്ടയാടി ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് കാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് 2 തരത്തിലേ നമുക്ക് മരണം ഉണ്ടാകുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്ന് പ്രിഡേഷൻ, അതായത് ആരെങ്കിലും വേറൊരു മൃഗം നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. 2 ഓൾഡ് ഏജ്, വയസ്സായി മരിക്കുന്നത്. പക്ഷേ അന്ന് നമ്മൾ ഇന്നത്തെ ലൈഫ് എക്സ്പെക്റ്റൻസിയേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഒരു ടൈഗർ നമ്മുടെ കാട്ടിൽ നമ്മുടെ മുമ്പിൽ വന്നാൽ, ഒരു കടുവ വന്നാൽ, ആ കടുവയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ ഒരു ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ഹോർമോൺ, അതായത് ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കുകയും ഇത് ഈ അഡ്രിനാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഹോർമോൺ നമ്മുടെ ലിവറിൽ ചെന്ന് അവിടെ ഗ്ലൂക്കോസ് സംഭരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും. വൈദ്യശാസ്ത്രത്തിൽ അതിനെ നിയോ ഗ്ലൂക്കോജെനസിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഈ ഫ്യൂവൽ വെച്ചിട്ടാണ് നമ്മൾ ഓടി ആ കടുവയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാട്ടിലൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നമുക്ക് ഈ ടൈഗറുകളുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ കടുവകൾ, നമുക്കിഷ്ടമില്ലാത്ത നമ്മുടെ ബോസ്, നമ്മൾ വെറുക്കുന്ന നമ്മുടെ സബോർഡിനേറ്റ്, നമുക്ക് ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റാത്ത ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ കൂട്ടുകാർ, ഒരു ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വരും, നമുക്ക് വേണ്ടാത്ത നമ്മൾ അസ്വസ്ഥരാകും. ആ സമയത്ത് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം സ്റ്റിമുലേഷൻ ആകുകയും അഡ്രിനാലിൻ രക്തത്തിലേക്ക് വരികയും നമ്മുടെ ഹാർട്ട് റേറ്റും പൾസ് റേറ്റും അതേപോലെ തന്നെ പ്രഷർ കൂടുകയും ചെയ്യും. നോക്കൂ, ഞാൻ ഡോക്ടർ, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു തരികയാണ്, മോനെ, നിനക്ക് അറിയുന്നതിന് അപ്പുറമുണ്ട് ഈ പ്രപഞ്ചത്തിലെ സത്യങ്ങൾ. അത് എനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് ചിലപ്പോൾ പാവപ്പെട്ട ആൾക്കാരുടെ കൂടിലായിരിക്കും, നമ്മൾ പാവങ്ങളെന്ന് കരുതുന്നവരുടെ കൂടിലായിരിക്കും. ഇതിനുള്ള പ്രതിവിധി എന്താ? കെമിക്കൽ ഡ്രഗ് കഴിച്ച് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുകയാണോ? അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉള്ള ഈ നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നാൻ സാധ്യതയുള്ള കെമിക്കൽ ഡ്രഗ്സ് കഴിച്ച് ആ പ്രഷറിനെ താഴ്ത്തിക്കൊണ്ട് വരികയാണോ അതിനുള്ള പരിഹാരം? ഒരിക്കലുമല്ല. നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന
വിദ്വേഷം, വെറുപ്പ്, നമുക്ക് കടുവകളായിട്ടുള്ള നമ്മുടെ ബോസ്, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, ആരാണ് നമുക്ക് ഒരു അസ്വസ്ഥത തരുന്നത്, അല്ലെങ്കിൽ അസ്വസ്ഥത തരുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അസ്വസ്ഥത തരുന്ന ഒരു ചിന്ത, അതിനെ മാറ്റിക്കളയുക. നമ്മളുടെ ഭാര്യയുമായിട്ട് നമുക്ക് പിണക്കമുണ്ടെങ്കിൽ, നമ്മുടെ ബോസുമായിട്ട് നമുക്ക് പിണക്കമുണ്ടെങ്കിൽ അവരുമായിട്ട് പോയി രമ്യപ്പെടുക, ആ സൗഹൃദം വീണ്ടെടുക്കുക. ആ ബോസിനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചേഞ്ചസും ഉണ്ടാകാതെ, അതിലുപരി അദ്ദേഹത്തെ കാണുമ്പോൾ, അല്ല നമ്മുടെ പിണക്കമുണ്ടായിരുന്ന നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തെ രോഗവിമുക്തമാക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പ്രഷറും ഷുഗറും എല്ലാം അപ്രത്യക്ഷമാകും. നമ്മൾ മരുന്ന് കഴിച്ച് ഒരു കാരണവശാലും ഇങ്ങനത്തെ രോഗങ്ങളെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ആരോഗ്യം ഈ കെമിക്കൽ ഡ്രഗ്സ് എല്ലാം കഴിച്ച് നശിപ്പിക്കുന്നത്? വരൂ, രമ്യപ്പെടൂ. നിങ്ങളുടെ ഞാനുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ദൈവവുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടുക. നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുക, വിശുദ്ധമാക്കുക, അസുഖങ്ങളിൽ നിന്ന് വിട പറയുക, നല്ലൊരു ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പ്രാവർത്തികമാക്കാനായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.